ഇപ്പോൾ മലയാളി പ്രേക്ഷകരെല്ലാവരും ഉടൻ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഡിസംബറിൽ നടക്കാൻ പോകുന്ന കീർത്തി സുരേഷിൻ്റെ വിവാഹ വാർത്ത തന്നെയാണ്. കീർത്തി തൻ്റെ ദീർഘകാല സുഹൃത്തായ ആന്റണിയെ വിവാഹം കഴിക്കുന്നു എന്ന് പറഞ്ഞ ദിവസം മുതൽ തന്നെ പ്രേക്ഷകരെല്ലാവരും കീർത്തിയുടെ പ്രധാന വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. കീർത്തിയുടെ വിവാഹ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ തന്നെ പ്രേക്ഷകർ ആകാംക്ഷയിലാണ്. മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ബാലതാരം കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട കീർത്തി സുരേഷ്. വളർന്നതിന് ശേഷമാണ് അന്യഭാഷയിലൊക്കെ ചെന്നെത്തിയത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ നായികയാണെങ്കിൽ മലയാളി പ്രേക്ഷകർക്ക് ബാലതാരമാണ്. വളരെ ചെറുതിലെ തന്നെ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ഒരാൾ കൂടിയാണ് കീർത്തി സുരേഷ്. അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ വിശേഷങ്ങൾ പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിക്കാറുള്ളത്. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ കീർത്തിയുടെ വാർത്ത ഏറ്റെടുക്കുന്നതിനോടൊപ്പം തന്നെ ക്രിസ്ത്യൻ പയ്യനെ ബ്രാഹ്മൺ ചടങ്ങിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ക്രിസ്ത്യൻ രീതിയിലും വിവാഹം നടത്തുന്നുണ്ടെങ്കിലും സാധാരണ പാരമ്പര്യ ഹിന്ദു രീതിയിൽ നടത്തിയാൽ പോരെ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ബ്രാഹ്മണ രീതിയിൽ നടത്തുമ്പോൾ ചില പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചില കാര്യങ്ങളും നടത്തേണ്ടതായുണ്ട്. എന്നാൽ മേനകയുടെ വാശിയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഇതിനൊരു കാരണമുണ്ട്. മേനക ഒരു അയ്യങ്കാർ കുട്ടിയാണ്. തമിഴ് അയ്യങ്കാർ രീതിയിൽ തന്നെ വിവാഹം നടക്കണമെന്നുള്ള മേനകയുടെ ആഗ്രഹം തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞ് കീർത്തിയുടെ വിവാഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു മേനകയ്ക്ക്. ആ സ്വപ്നങ്ങളൊക്കെ തന്നെയും നടത്താൻ തന്നെയാണ് പ്രേക്ഷകരും ഇത് തയ്യാറാകുന്നത്. പ്രേക്ഷകർക്ക് ഇത് നേരത്തെ മനസ്സിലായി. എന്നാൽ ബാക്കിയുള്ളവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന പോസ്റ്റിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ബ്രാഹ്മണ രീതിയിൽ ചടങ്ങുകൾ നടത്തുമ്പോൾ തന്നെ ക്രിസ്ത്യാനി പയ്യനെ അവിടേക്ക് ഇരുത്തുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചടങ്ങുകളൊക്കെ തന്നെയും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള സംശയം ചോദിച്ചിരുന്നു. എന്നാൽ മേനകയുടെ ആഗ്രഹമാണ് തൻ്റെ ഇളയമകൾ കീർത്തിയുടെ വിവാഹം ഇങ്ങനെ നടത്തണമെന്നുള്ളത്. മേനക നല്ല അസൽ അയ്യങ്കാര കുടുംബത്തിലുള്ളതാണ്. അതിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ ഇപ്പോൾ നടക്കുന്നുമുണ്ട്. അങ്ങനെ ആ കുടുംബത്തിൽപ്പെട്ട കുട്ടിയായതുകൊണ്ട് തന്നെ തൻ്റെ മകളുടെ വിവാഹവും അങ്ങനെ തന്നെ നടക്കണമെന്നുള്ള ആഗ്രഹമാണ് മേനകയ്ക്കുള്ളത്. അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് കീർത്തി ആദ്യം പറഞ്ഞതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. പക്ഷേ കീർത്തിയുടെ ഭർത്താവിന് ചേരുന്ന രീതിയിൽ തന്നെ ഒരു വിവാഹം നടക്കണമെന്നോ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്കോ ഒന്നും തന്നെ ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് തനിക്ക് അതിയായ ആഗ്രഹമുണ്ടെന്നും കീർത്തി കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്ന് പറയുന്നു. കീർത്തിയുടെ ഈ വാക്കുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്ന് പറയാം. കീർത്തിക്ക് വാശിയില്ല, എന്നാൽ മേനകയ്ക്ക് മകളുടെ വിവാഹം ഇങ്ങനെ നടക്കണമെന്ന് തന്നെ വാശിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കീർത്തി ഇപ്പോൾ 2 ദിവസത്തേക്ക് വിവാഹം നടത്തുന്നത്. ആദ്യ ദിവസം തൻ്റെ കുടുംബത്തിലുള്ളവർക്കും അമ്മയുടെയും ആഗ്രഹം പോലെ നല്ല പരമ്പരാഗത രീതിയിലെ ബ്രാഹ്മണ വിവാഹം തന്നെ നടക്കും. എന്നാൽ കീർത്തിയുടെ ഭാവി വരൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ആ വിവാഹം ക്രിസ്ത്യൻ രീതിയിൽ 2ാം ദിവസവും നടക്കും. 2 ദിവസം നീളുന്ന ചടങ്ങ് തന്നെയാണ് ഇരുവർക്കും വേണ്ടി വിവാഹമായി ഗോവയിൽ ഒരുങ്ങുന്നത് എന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.